നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ പ്രതിഷേധം. സർവീസ് വോട്ടുകൾ ഉൾപ്പെടാത്ത കണക്കാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. 79.63% എന്ന പോളിംഗ് ശതമാനം സർവീസ് വോട്ടുകൾ കൂടി ചേരുന്നതോടെ വീണ്ടും ഉയരും. കണക്ക് പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സുനിഷ അയ്യല്ലൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സുനിഷ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? ഇതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? എന്താണെങ്കിലും പ്രതിപക്ഷത്തിനും അതോടൊപ്പം ഭരണപക്ഷത്തിനും ഈ ഒരു വിഷയത്തിൽ ഒരേ നിലപാടാണ്. അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്, എതിർപ്പ് അറിയിക്കുന്നുണ്ട്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഇന്ന് 5ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും ഈ പോളിംഗ് കണക്കുകളിൽ അവ്യക്തത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ 78.67 എന്നുള്ളതായിരുന്നു പോളിംഗ് ശതമാനം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്തിമ കണക്ക് തൊട്ടടുത്ത ദിവസം വരും എന്നുള്ളത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം കഴിഞ്ഞു. വലിയ തരത്തിൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഈ സുതാര്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണോ അന്തിമ കണക്കുകൾ പുറത്തുവിടാത്തത് എന്നതടക്കമുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകുന്ന, പരാതി നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തേക്ക് വരികയും ചെയ്തത്. ഹോം വോട്ട് അടക്കമുള്ള രേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 79.27% എന്നുള്ള രീതിയിലേക്ക് കണക്കുകൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും അവ്യക്തത തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വിവരങ്ങൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലൊരു കാലതാമസവും വന്നിട്ടില്ല എന്നുള്ളതാണ്. കണക്കുകൾ എടുക്കുന്നതിൽ വന്നിട്ടുള്ള ഈ സമയം, അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ അടക്കം കണക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ കണക്കുകൾ ശേഖരിക്കുന്നതിൽ വന്നിട്ടുള്ള ഒരു തടസ്സം മാത്രമാണ്. നിലവിൽ മറ്റു കാലതാമസമൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു സിഇഒയുടെ മറുപടിയുമായി വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും പോസ്റ്റൽ വോട്ടുകളോ ഈ സർവീസ് വോട്ടുകളോ ഒന്നും തന്നെ ഈ കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടിയായി നൽകുന്നത് വോട്ടെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിലൊരു കണക്ക് വരിക എന്നുള്ളതാണ്. സ്വാഭാവികമായും നിരവധി പേർക്ക് ഈ സർവീസ് വോട്ട് ചെയ്യാൻ കഴിയാത്ത 1,00,000-ഓളം പേർ ഇപ്പോഴുണ്ട് എന്നുള്ള വലിയ ആക്ഷേപം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സർവീസ് വോട്ടുകളുടെ ഉൾപ്പെടെ കണക്ക് പറയാനും സിഇഒ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വശം കൂടി. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അന്തിമ കണക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സിഇഒയുടെ മറുപടിയായി ലഭിക്കുന്നത്. ഏതായാലും ഹോം വോട്ടുകളും ഒപ്പം തന്നെ ബൂത്തിലെത്തി വോട്ട് ചെയ്തവരുടെയും എണ്ണം വെച്ച 79.27% എന്നൊരു കണക്കിലേക്ക് തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി വോട്ടെടുപ്പിന് ശേഷം മെയ് 4-ന് ശേഷമായിരിക്കും പൂർണ്ണമായും എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള പൂർണ്ണ അന്തിമ കണക്ക് ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 5 ദിവസമായി. ഇപ്പോഴും പൂർണ്ണമായൊരു കണക്ക്, കൃത്യമായൊരു കണക്ക് പുറത്തു വരാത്തതിലാണ് പ്രതിഷേധം ഉണ്ടാവുന്നത്.